ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോഷ്യോ ഫ്രണ്ട്ലി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എമിലി ദുർക്കീമിൻ്റെ സോഷ്യൽ ഫാക്ട് എന്നൊരു ആശയമായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഡിവിഷൻ ഓഫ് ലേബറാണ്. ദുർക്കീമിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമായ ദി ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റിയിൽ അദ്ദേഹം സമൂഹത്തിലെ തൊഴിൽ വിഭജനത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കൃതി ഡർക്കിൻ സമർപ്പിച്ച തീസിസായിരുന്നു. അടിസ്ഥാനപരമായി സമാനമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ തമ്മിലുള്ള സമാനതകളാൽ ആധുനിക സമൂഹം ഒന്നിച്ച് നിൽക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പകരം തൊഴിൽ വിഭജനം തന്നെയാണ് ആളുകളെ പരസ്പരം ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. തൊഴിൽ വിഭജനം എന്നാൽ ആളുകൾക്കിടയിൽ ഒരു ജോലിയുടെ വേർതിരിക്കലാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കാർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ കാറിന് ഡോറ് ഒരു ടീം ചെയ്യുന്നു, അതിൻ്റെ ടയർ ഒരു ടീം, ഗ്ലാസ്, അതേപോലെ തന്നെ സീറ്റ്, ഫ്രണ്ട് ഭാഗം, ബാക്ക് ഭാഗം, ലൈറ്റ്സ്, അങ്ങനെയൊക്കെ ഓരോ പാർട്ടുകൾ ഓരോ ആളുകളായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ വ്യക്തികൾ അവരവർ ചെയ്യുന്ന ജോലിയിൽ വിദഗ്ധരായിരിക്കും. സോ നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവർ എല്ലാവരും കൂടി പരസ്പരം ആശ്രയിച്ച് ഐക്യത്തോടെ വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ദുർക്കീം പറയുന്നത് തൊഴിൽ വിഭജനം തന്നെയാണ് ആളുകളെ പരസ്പരം ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന്. എമിലി ദുർക്കീം 2 ടൈപ്പ് ഡിവിഷൻ ഓഫ് ലേബറിനെ പറ്റി തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. 1 അനോമിക് ഡിവിഷൻ ഓഫ് ലേബർ, 2 ഫോഴ്സ്ഡ് ഡിവിഷൻ ഓഫ് ലേബർ. അനോമിക് ഡിവിഷൻ ഓഫ് ലേബർ എന്നതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായി സമൂഹത്തിലുണ്ടായ സാമൂഹിക വിഭജനമാണിത്. മുതലാളി വർഗവും തൊഴിലാളി വർഗം, അതുപോലെ തന്നെ സമ്പന്നർ, ദരിദ്രർ തുടങ്ങിയവ ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നു. വ്യാവസായിക വിപ്ലവം സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് 2 വർഗങ്ങളുണ്ടായി എന്നതാണ്. മുതലാളി വർഗവും തൊഴിലാളി വർഗവും. അതിലൂടെ മുതലാളി വർഗം സമ്പന്നർ എന്ന വിഭാഗത്തിലും തൊഴിലാളി വർഗം ദരിദ്രർ എന്ന വിഭാഗത്തിലുമാണ്. അടുത്തത് ഫോഴ്സ്ഡ് ഡിവിഷൻ ഓഫ് ലേബർ. പരമ്പരാഗതമായി ഉണ്ടാകുന്ന സാമൂഹിക വിഭജനമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരേ ജാതിയിലുള്ള ആളുകൾ ഒരേ ജോലി മാത്രമാണ് ഇവിടെ ചെയ്യുക. ഓരോ കാസ്റ്റിനും ഓരോ ജോലി ഉണ്ടായിരിക്കും. തലമുറകളായിട്ട് ആ ജോലി മാത്രമാണ് അവർ ചെയ്യുക. ഈ കൃതിയിൽ ദുർക്കീം മുന്നോട്ട് വയ്ക്കുന്നത് ലളിതമായ സമൂഹത്തിൽ നിന്ന് സങ്കീർണമായ സമൂഹത്തിലേക്കുള്ള മാറ്റത്തെയാണ്. ദുർക്കീമിൻ്റെ മറ്റൊരു കൺസെപ്റ്റാണ് സോഷ്യൽ സോളിഡാരിറ്റി. വ്യക്തിയും സമൂഹത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ധാർമ്മിക പ്രതിഭാസമാണ് സോഷ്യൽ സോളിഡാരിറ്റി എന്നത്. പ്രാകൃത സമൂഹങ്ങളിലും പരിഷ്കൃത സമൂഹങ്ങളിലും നിലനിന്നിരുന്ന ഐക്യസങ്കല്പത്തെക്കുറിച്ച് താരതമ്യ പഠനം നടത്തിയിട്ടാണ് ദുർക്കീം തൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ദുർക്കീം സമൂഹത്തിൽ 2 തരത്തിലുള്ള ഐക്യദാർഢ്യം മുന്നോട്ട് വെച്ചു. അവ ഇപ്രകാരമാണ്: മെക്കാനിക്കൽ സോളിഡാരിറ്റി, ഓർഗാനിക് സോളിഡാരിറ്റി. നമുക്ക് ആദ്യത്തെ നോക്കാം. മെക്കാനിക്കൽ സോളിഡാരിറ്റി. ഒരു സമൂഹത്തിൽ ഒരേ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന, ഒരേ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്ന, ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, ഒരേ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ ഒരേ ആചാരാനുഷ്ഠാനങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടം ആളുകളുടെ ഐക്യത്തെയാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന വാക്കുകൊണ്ട് എമിലി ദുർക്കീം അർത്ഥമാക്കുന്നത്. സമൂഹങ്ങൾ ഉയർന്ന പ്രതിബദ്ധതയുള്ളതും ചെറുതുമായിരിക്കും. സമൂഹത്തിലെ ആളുകൾക്ക് സാധാരണയായി ഒരേ ജോലിയും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കും. തൊഴിൽ വിഭജനം കുറവായിരിക്കും. ലളിതമായ സമൂഹമായിരിക്കും. പങ്കിട്ട വികാരങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു സമൂഹത്തെ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിമിറ്റീവ് സൊസൈറ്റിയെ മുൻനിർത്തിയാണ് എമിലി ദുർക്കീം ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. കാരണം അക്കാലത്ത് ആളുകൾ പരസ്പരം ആശ്രയിച്ച് അവർക്ക് ഒരേ കാഴ്ചപ്പാട്, ഒരേ രീതിയിലുള്ള ഒരു ഒതുങ്ങിയ ചെറിയ സമൂഹങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുക. അടുത്തത് ഓർഗാനിക് സോളിഡാരിറ്റി. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായി ഉണ്ടായ സമൂഹത്തെ മുൻനിർത്തിയാണ് എമിലി ദുർക്കീം ഓർഗാനിക് സോളിഡാരിറ്റി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. തൊഴിൽ വിഭജനമാണ് ഇവിടെ ഐക്യമുണ്ടാക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഡിവിഷൻ ഓഫ് ലേബറിനെ പറ്റി നമ്മൾ കുറച്ച് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. ജനസാന്ദ്രതയിലുള്ള വർധനവ് ഇവിടെ തൊഴിൽ വിഭജനത്തിന് കാരണമായി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആധുനിക വ്യാവസായിക സമൂഹത്തിലാണ് ഓർഗാനിക് സോളിഡാരിറ്റി കാണപ്പെടുന്നതെന്ന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പം നമ്മളിപ്പം പറഞ്ഞത് സോളിഡാരിറ്റി മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക്കൽ സോളിഡാരിറ്റിയുമാണ്. മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ സാമ്യമുള്ള, അതായത് ഒരേ ആശയങ്ങൾ
ഒരേ അഭിപ്രായങ്ങൾ, ഒരേ കാഴ്ചപ്പാടുകൾ, ഒരേ വിശ്വാസങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരുള്ള സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഓർഗാനിക് സോളിഡാരിറ്റിയിൽ അവിടെ ഇൻഡിവിജ്വലിസം ആയിരിക്കും. അതായത് വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത ആചാരങ്ങളും വ്യത്യസ്ത കൂട്ടായ്മകൾ, വ്യത്യസ്ത കാഴ്ചപ്പാടുകളായിരിക്കും ഉണ്ടാവുക. സോഷ്യൽ സോളിഡാരിറ്റി 2 ടൈപ്പ് ഓഫ് ലോയെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് റെപ്രസീവ് ലോയും റെസ്റ്റിറ്റ്യൂട്ടീവ് ലോ. റെപ്രസീവ് ലോ ഒരു വ്യക്തിയിൽ അടിച്ചേൽപ്പിക്കുന്നതും കാഠിന്യമായതുമായ നിയമങ്ങളാണ്. അതായത് പ്രിമിറ്റീവ് സൊസൈറ്റിയിലൊക്കെ ഉള്ള പോലെ നിയമങ്ങൾ. റെസ്റ്റിറ്റ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞത് ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന പോലീസ്, കോടതി, നമ്മുടെ ഗവൺമെൻറ് അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള നിയമങ്ങളില്ലേ, അതാണ് റെസ്റ്റിറ്റ്യൂട്ടീവ് ലോ എന്നതുകൊണ്ട് എമിലി ദുർക്കിം പറയുന്നത്. ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കളക്റ്റീവ് കോൺഷ്യസ് എന്താ, സൂയിസൈഡ്, അതിൻ്റെ ടൈപ്സ്, അതൊക്കെ ഒന്ന് പറയാം. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്തു. താങ്ക്